വെൽക്കം ടു ദി ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആധികാരികമായി സത്യവേദ പുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി നൽകുവാൻ പ്രശസ്ത വേദ അധ്യാപകനും ഹീബ്രു ബൈബിൾ സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകരിൽ നിന്നുള്ള അനേക ചോദ്യങ്ങൾ പെൻഡിംഗ് ആയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5, 6, 7, 8 വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചനം ഇപ്രകാരം പറയുന്നു: അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. തുടർച്ചയായി 9-ാം വാക്യത്തിൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ചോദ്യം ഇതാണ്: ഇസ്രായേലിന് കൊടുത്ത പ്രമാണങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതല്ലേ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത്? 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിലേക്ക് തിരിഞ്ഞാൽ പുതുതായി വീണ്ടും അവയ്ക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇസ്രായേലിനെ പറ്റിയും അവർക്ക് കൊടുത്ത യാഗങ്ങളും വഴിപാടുകളെ പറ്റിയുമല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഒരു വിശദീകരണം എന്താണ്? ഇതിന് ശരിക്കും ഒരു വിശദീകരണത്തിന്റെ ആവശ്യമുള്ള കാര്യമല്ല മാം. അത് വളരെ അണ്ടർസ്റ്റുഡ് ആയ ഒരു എലമെന്റ് ആണ്, അല്ലെ? അതാണ് വേദപുസ്തകത്തിന്റെ സന്ദേശം മുഴുവൻ. അപ്പൊ പിന്നെ നമുക്കൊരു വിശദീകരണത്തിന്റെ ആവശ്യം, മറഞ്ഞു കിടക്കുന്ന സർഫസ് ലെവലിൽ വായിച്ചാൽ ഒരാൾക്ക് മനസ്സിലാകാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വിശദീകരണം കൊടുക്കണം. ഇവിടെ അങ്ങനൊന്നുമില്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മീയ വളർച്ചയുടെ ശൈശവാവസ്ഥയാണ്. ന്യായപ്രമാണം ശിശുപാലകനാണ്. കുറെ കൂടെ പറഞ്ഞാൽ അത് ബേബി ഫുഡാണ്. ബേബി ഫുഡ് ആ പ്രായം കഴിഞ്ഞവർക്ക് ഒരിക്കലും കൊടുക്കരുത്. അതുകൊണ്ട് അവരുടനെ മരിച്ചു പോകുന്നല്ല അതിന്റെ അർത്ഥം. അവർ ഹാർഡ് ഫുഡ് കഴിക്കണം. ബേബി ഫുഡ് കഴിക്കുമ്പോൾ യു ആർ അഗെയിൻ ട്രീറ്റ് ദം ആസ് ബേബീസ്, അല്ലേ? അപ്പം ദൈവസംബന്ധമായ കാര്യങ്ങൾ, ദൈവത്തെ പറ്റിയുള്ള അറിവിൽ വളരാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ, ആത്മീയ ശൈശവ കാലഘട്ടത്തില് യഹൂദന് കൊടുത്തതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അത് ശൈശവദശയിലുള്ളതായിരുന്നു. യാഗങ്ങളും ബലികളും ഒക്കെ അന്നത്തേക്കായിരുന്നു. അത് ഇത്ര സമയം വരെ അത് ആ നിഴല്, ആ ഷാഡോ നിന്നാ മതി എന്ന് ദൈവം തീരുമാനിക്കുകയും കാലസമ്പൂർണ്ണ ദ റൈറ്റ് time, when the fullness of time came, the Son of Man himself was sent. ദൈവപുത്രനെ അയച്ചു. എന്തിനു വേണ്ടി? ഇത് ഫുൾഫിൽ ചെയ്യാൻ, നീക്കുകയല്ല. കർത്താവ് പറഞ്ഞ ന്യായപ്രമാണത്തെ നീക്കുകയല്ല, നിവർത്തിക്കുക. ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പിന്നെ അതിന് പ്രസക്തിയില്ല. ഞാൻ മുമ്പ് ഒരു ആൻസറിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുക്കൻ്റെ പെണ്ണിന്റെ കല്യാണം ഒരു മണ്ഡപത്തിൽ നടക്കാൻ തീരുമാനിച്ച മണ്ഡപമെല്ലാം അലങ്കരിക്കും. വാഴക്കലൊക്കെ കൊണ്ട് കെട്ടി കേരളത്തിൽ നിന്ന്. നിങ്ങളോട് നീങ്ങാനില്ല, ഭയങ്കര അലങ്കരിക്കും. എന്തിനാ? കല്യാണത്തിന് വേണ്ടി. കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും അവിടെ നിന്നും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കുഞ്ഞപ്പിള്ളേർ അങ്ങോട്ട് കയറി ഇത് മുഴുവൻ വലിച്ചു പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ച് നാശമാകും. അവിടെ വെച്ച് കല്യാണം നടന്നു, തുടരുത്, അങ്ങനെ തന്നെ ഇരിക്കണമെന്നാലും പറയാമോ? ആരും പറയത്തില്ല. അതിന് പിന്നെ പ്രസക്തിയില്ല. ആ ഫങ്ഷന് വേണ്ടിയായിരുന്നു. യേശുക്രിസ്തുവിന്റെ പരമയാഗം എന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് വേണ്ടിയായിരുന്നു
ന്യായപ്രമാണവും അതിൻ്റെ യാഗങ്ങളും ബലികളും അതിൻ്റെ ഉത്സവങ്ങളും ആചാരങ്ങളും മുഴുവനും. യേശുക്രിസ്തു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏക യാഗം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് സൽഗുണ സമ്പൂർത്തി വരുത്തി കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ ആവശ്യമില്ല. ഇപ്പൊ പുറമോട്ട് നോക്കിയാൽ അത് റബിഷാണ്, പക്ഷെ പുറകിൽ നിന്ന് മുന്നോട്ട് നോക്കിയാൽ അതൊരു വലിയ സംഭവമാണ്. അതായത് കല്യാണം നടത്തുന്നതിന് വേണ്ടി ചെറുക്കനും പെണ്ണും അങ്ങോട്ട് വരുമ്പോൾ മണ്ടാണ് ഒരുങ്ങി വെച്ചിരിക്കുന്ന മണ്ഡപം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴോ ആ മാലയും ഈ തുണിയും ഈ റബണും ഒക്കെയോ വല്ല വാല്യൂ ഉണ്ട്? ഒരു വാല്യൂ ഇല്ല, ഫിനിഷ്. ഇങ്ങനെയാണ് നമ്മൾ ന്യായപ്രമാണത്തെ കണ്ടത്. കാര്യം അതിന്റെ പെർപ്പസ് സെർവ് ചെയ്തു. വൺസ് ദ പെർപ്പസ് ഈസ് സെർവ്ഡ്, ഇനി അതിന്റെ പെർപ്പസ് ഇല്ലാത്തത് കൊണ്ട് അതിനെക്കൊണ്ട് ആവശ്യമില്ല. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം കഴിഞ്ഞ നമ്മുടെ ഒരു എപ്പിസോഡ് 10 തോന്നുന്നു, ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം, ഹ്യൂമൻ ബോഡി, അതേ ശരീരത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് സാർ പറയുണ്ടായി. ആ ശരീരം ടൈം, സ്പേസ്, എനർജിക്ക് അതീതമായ ഒന്നാണല്ലോ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ശ്വസിക്കേണ്ട ആവശ്യവും ഭക്ഷണം കഴിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് നാം ഗ്രഹിക്കേണ്ടതല്ലേ? അങ്ങനെ ഗ്രഹിച്ചോ? നിങ്ങളുടെ പൊതി കൊണ്ട് പോകണ്ടെന്നേ. നമ്മള് ജോലിക്ക് പോകുന്നതിന്റെ പൊതി കെട്ടിയല്ലേ പോകുന്നത്. നിങ്ങൾ പൊതിയും കെട്ടി സ്വർഗത്തിൽ പോകണ്ട, തീർന്നല്ലോ, പ്രശ്നം തീർന്നില്ലേ? ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തതിന് ശേഷം ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. ഉയർത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കർത്താവ് പറഞ്ഞോ? എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പന്തിയിലിരിക്കുമെന്ന് പറഞ്ഞു. പന്തിയിലിരിക്കുന്നതിനാ ഈ നമ്മുടെ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. നിരന്നിരിക്കാനാണ് പോകുന്നത്? അല്ലല്ലോ, പന്തിയിലിരിക്കുന്നത് ഭക്ഷണത്തിലിരിക്കാന്നല്ലേ ആണല്ലോ. അപ്പൊ ഭക്ഷണത്തിരിക്ക അവിടെ ഇരിക്കാനേ പാടുള്ളൂ, അത് കഴിക്കാനേ പാടുള്ളൂ, കുടിക്കാൻ പാടില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം ഒന്നും കഴിക്കില്ലെന്ന്, അപ്പം വീഞ്ഞും കുടിക്കും അല്ലേ? അവിടെ ഭക്ഷണമുണ്ട്, വീഞ്ഞുണ്ട്, കുടിക്കാൻ തിന്നാനുമുണ്ട്, കുടിക്കാനുമുണ്ട്. അത് നടത്തുന്ന വലിയ ഫീസ്റ്റ് ഹോളുമുണ്ട്, പന്തിയിലിരിക്കുകയും ചെയ്യും. അപ്പോ ഇതിനാണോ സ്വർഗത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. തിന്നാനും കുടിക്കാനാണെങ്കിൽ സ്വർഗത്തിൽ വരെ പോകണ്ടെന്നേ. നിനക്ക് തിന്നാനും കുടിക്കാനാണ് വേണ്ടി, അതിന് സ്വർഗത്തിൽ വരെ പോകണ്ട, അതിനുള്ള പരിപാടി ഭൂമിയിലുണ്ട്. പക്ഷെ സ്വർഗത്തിൽ പോകുന്നത് കൊണ്ട് നീ തിന്നത്തില്ല, കുടിക്കത്തില്ല എന്ന് ചിന്തിക്കരുത്. ദാറ്റ് ഈസ് എ റോങ് കൺസെപ്റ്റ് ഓഫ് ഇറ്റ്. ഇറ്റ്സ് എ വെരി വെരി റോങ് കൺസെപ്റ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, താങ്ക് യു സർ. അടുത്ത ചോദ്യം, മത്തായി സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത്. Whoever shall speak, the Son of Man may get forgiveness, but whoever shall speak against the Holy Spirit shall not be forgiven, either in this world or in the world to come. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദ്യം വരുമ്പോൾ അവിടെ എനിക്കൊരു കൺഫെഷൻ, അറിയത്തില്ല എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അറിയത്തില്ല, എനിക്കറിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ റോൾസ് എന്ന് പറയുന്നത് അത് മൾട്ടിഫെസൈറ്റഡ് റോൾസ് ആണ്. ദൈവം തന്നെ ആത്മാവാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ട്, നമ്മൾ എഹെസ്കേൽ പുസ്തകം വരുമ്പോൾ ഈ ദൈവത്തിന്റെ രഥചക്രങ്ങളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആത്മാവ് ഇച്ഛിക്കുന്നിടത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ രഥചക്രങ്ങൾ എങ്ങോട്ട് കറങ്ങണം എന്നുള്ള ആരാ തീരുമാനിക്കുന്നത്? ആത്മാവ് തീരുമാനിക്കുന്നത്. ആത്മാവിനെയാണ് നമ്മളെ കൺട്രോൾ ഇനി ഭൂമി തന്നിരിക്കുന്നത്.
അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ ബിഡിങ്സ് അനുസരിക്കാതിരിക്കുക. ഉം. നമ്മളോട് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യാജാത്മാവാണെന്ന് പറയുക. ഉം. പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്ന ജീവിത രീതി സ്വീകരിക്കുക. ഉം. God said no. ഉം. You will be facing terrible punishment on this earth and the earth that is yet to come. ഈ ഭൂമിയിൽ വരാനിരിക്കുന്ന ലോകത്ത് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുള്ളൂ. അങ്ങനെ മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറം ഒരു കാര്യത്തിൽ നമുക്ക് പോകേണ്ട കാര്യമില്ല. So hope this session was a great blessing. തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ അറിയിക്കാവുന്നതാണ്. May God bless you all. Thank you.